അന്ന് KC റോഡിൽ ഞാനിപ്പോ എന്റെ ഈ നൂഹ് സൂറത്തിന്റെ കഥ പഠിപ്പിച്ചു കൊടുത്തോന്ന് കേട്ടോളൂ. എടോ ബാലുശ്ശേരി സാക്ഷാൽ AP അബ്ദുൽ ഖാദർ മൗലവിയെ കവർന്ന് കുഴിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഈ പാമ്പിനെ തച്ചിട്ട് മണ്ണെണ്ണ പാർന്ന് കുറുജീവുണ്ടാക്കണ മാതിരി എങ്ങാനും ഉണ്ടാക്കിയിട്ട് ചോദിച്ചോക്കെ കാന്തപുരം ഉസ്താദ് നൂഹ് സൂറത്ത് കണ്ടിട്ടുണ്ടോ? ആ ജീവച്ഛവമായി കിടക്കുമ്പോഴും മൗലവിമാര് പറയും അതേതായാലും കാന്തപുരത്തിനെ കുറിച്ച് ഞങ്ങൾ പറയില്ല. പക്ഷെ ഈ ചങ്ങാതി പറയണേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ജിഫ്രി തങ്ങൾ പാപ്പിയൊന്നും കാണാത്തൊരു സൂറത്ത് 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 ഒന്ന് കേട്ടോളൂ. 71-ാം അധ്യായം. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞ തന്നെയാണ് അവിടെ പറഞ്ഞ്. അവിടെ അതിന് മറുപടി കൊടുത്ത മറുപടി റെഡി ആയിട്ടില്ലെങ്കിൽ അതല്ല ഇവിടെ പറയണ്ടേ. ആ പറഞ്ഞ മേറ്റർ തന്നെ ബടിയും ഛർദിച്ചു. സൂറത്ത് നൂഹ് കാന്തപുരം വായിച്ചിട്ടില്ല. കണ്ടങ്ങള് ആമുക്കല്ലോ ഇതണ്ണ കൊടാതെ വിഴുങ്ങി മൗലവിക്ക് കൈമടക്കും കൊടുത്ത് മൂക്കറ്റം നക്കാനും കൊടുത്ത് കസാല അട്ടിക്ക് വെച്ച് പെരി പോയി കടന്നുറങ്ങിയ ചെങ്ങായിന്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂഹ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കണ്ടിട്ടില്ലാന്ന് ഈ ചെങ്ങായി പിരാന്ത് വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഈ വെള്ള പെണ്ണിന് പിരാന്തുണ്ടായ മാതിരി. ഇതങ്ങനത്തെ ഒരു പ്രശ്നമാണ്. ഇനി അയാൾ പറയണ ജിഫ്രി തങ്ങൾ പാപ്പിയും കണ്ടിട്ടില്ല. വെല്ലുവിളിയോടുകൂടി പറയും. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും സൂറത്ത് നൂഹ് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അത്രയും പ്രായമായിട്ടും ആ മഹാന്മാരായ ആലിമീങ്ങളും സാദാത്തുക്കളൊക്കെ തഫ്സീർ ഓതി കൊടുക്കുകയാണ്. ആർക്ക്? വലിയ വലിയ പണ്ഡിത ബിരുദധാരികളായ ഉലമാക്കൾക്ക്. ആ ആലിമീങ്ങൾ ഈ സാദാത്തുക്കളെയാണ് ഈ പച്ച തോന്നിയാസം എന്ന് പറയുന്നത്. ഇതും മുണുങ്ങിപ്പോയല്ലോ നിങ്ങൾക്ക് ആരോടാണ് ഇത്ര വൈരാഗ്യം? നിങ്ങൾ ആരോട് ദേഷ്യം തീർക്കാനപ്പോ ഈ പരിപാടി വെക്കണേ? ഇനി സൂറത്തു നൂർ ഒന്ന് ഓതുണ്ട്. അള്ളാഹുവിനോട് ഒരു കംപ്ലൈന്റ് പറയാം. എന്താ കംപ്ലൈന്റ് അറിയോ? നമ്മൾ അർത്ഥം വെച്ചാൽ ഇങ്ങനെയാ വരും. എങ്ങനെ? ഇന്നീതാവത്തു കോമിയിലും പഠിച്ചോനെ രാപ്പകല് വ്യത്യാസമില്ലാതെ എന്റെ ജനതയെ ഞാൻ ഇസ്ലാമിലേക്ക് വിളിച്ചു പഠിച്ചോനെ. അങ്ങനെയുള്ള ഒരു അർത്ഥത്തിലാണ് ഇപ്പൊ മുക്ക ഉമർ ഫൈസി ഉസ്താദ് എന്ത് ചെയ്തത്? ആ ദുആ എന്ന് പറഞ്ഞത് ഒരു കുഴപ്പമില്ല. നൂഹ് സൂറത്ത് പൂർണ്ണമായിട്ട് നമുക്ക് സപ്പോർട്ടാ. ഇതാണ് നമ്മളർത്ഥം. മുജാഹിദ് എന്താ വെക്കേണ്ടത്? പടച്ചോനെ അന്തിക്കും ഞാൻ എന്റെ നാട്ടുകാരോടാ വരുന്നത്, പടച്ചോനെ പകലും ഞാൻ നാട്ടുകാരോടാ പ്രാർത്ഥിച്ചത്. ഇതാണ് ആരർത്ഥം? വഹാബികളുടെ അർത്ഥം. ആ അർത്ഥം ഉമർ ഫൈസി ഉസ്താദിന്റെ ക്ലിപ്പിന് അങ്ങനെ ദുആന് അർത്ഥം വെക്കുകയാണെങ്കിൽ ഇവിടെ ഓൻ അങ്ങനെ വെക്കണം. അല്ലെങ്കിൽ പിന്നെ രണ്ടോടത്തൊരു മര്യാദ കാട്ടണ്ടേ? പൊളിച്ചാ ഞമ്മള് കൊണ്ടുവരുന്ന ആയത്താണ് ഈ സൂറത്തുൽ നൂഹിലായത്ത്. അതിപ്പോ മൗലവി ഓതിപ്പെടുകയാണ്. ഇനി ആ പെടണവും കൂടി ഒന്ന് കണ്ടോളി. നിങ്ങൾ കേട്ടോളിട്ടോ.